ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം, എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ റിജക്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ക്യാഷ് ഇഷ്യൂ ചെയ്യില്ല, റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒന്നും കൂടി അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള ക്ലിയറൻസ് വേണം, എവിഡൻസ് വേണം, എന്നാൽ മാത്രമേ അവർ ക്യാഷ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം പെരട്ടി തന്നെ മാതാവിനോട് കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു ചൊവ്വാഴ്ച. എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നേക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ്. എൻ്റെ ഓഫർ ലെറ്റർ മുതൽ എൻ്റെ ക്യാഷ് വരെയുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ചയാണ് അമ്മ നടത്തി തന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുവാണ്. മെയിലാണ് വന്നത്, എൻ്റെ ക്യാഷ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മെയിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ ഉടനെ തന്നെ വിസക്ക് അപ്ലൈ ചെയ്യാൻ 1,20,000 അടയ്ക്കാണ് വന്നത്. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ചോദിച്ചവരാരും മുഖം തിരിച്ച് കളഞ്ഞിട്ടില്ല, എല്ലാവരും നമ്മളെ സഹായിച്ചു. വിസക്ക് ഞാൻ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും 6-7 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ എനിക്ക് 14-ാം തീയതി ബയോമെട്രിക് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മെയിലും വന്നില്ല, ഒന്നും വന്നില്ല. അവർ പിന്നെ എനിക്ക് അയച്ചിരിക്കുന്നത് ഒരു ജൂലൈ 19-ാം തീയതിയാണ് അവരെനിക്ക് അയച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ TB സർട്ടിഫിക്കറ്റ് മിസ്സിങ് ആണെന്ന്, അത് അവർക്ക് ഒന്നും കൂടി മെയിൽ അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനെ തള്ളി പറഞ്ഞില്ല. എനിക്ക് വേണ്ടി മാതാവ് എന്തോ ഒരുക്കുന്നുണ്ട്, അതാണ് എനിക്ക് ഈ തടസ്സങ്ങൾ വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മാതാവിനെ മുറുകി പിടിച്ചുകൊണ്ടിരുന്നേച്ച്. അപ്പോൾ ഞാൻ എൻ്റെ TB സർട്ടിഫിക്കറ്റ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരെനിക്ക് റിപ്ലൈ മെയിൽ തന്നു. ഓക്കെ, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വിസ വരുമെന്ന്. 10 ദിവസം കഴിഞ്ഞു. എല്ലാവർക്കും 7 ദിവസം 6 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ 10 ദിവസം കഴിഞ്ഞു, 11 ദിവസം കഴിഞ്ഞു, എനിക്ക് ഒരു അപ്ഡേഷനും ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ ഞാൻ 50-50 ചാൻസിലാണ് വിസക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ബാങ്ക് ലോൺ ലെറ്ററാണ് വിസക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ സ്കോളർഷിപ്പിൻ്റെ പേപ്പറാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇത് വെച്ചിട്ട് എനിക്ക് വിസ തരുവാണെങ്കിൽ നീ താ, ഞാൻ മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് റിജക്ഷൻ ആകും,